സ്വപ്നത്തെക്കാളും വളരെ മനോഹരമാണെന്നാണ്. ഹൈദി, വേഗം പെട്ടിയൊക്കെ റെഡിയാക്കി വെക്കേ. ശരി ഡേറ്റ് ആന്റി. അറിയാലോ അത് രാവിലെ പോണെന്ന്. ഫ്രിസി, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നമുക്ക് ഇവനെയും കൂടെ കൊണ്ടുപോയാലോ? ഹൈദി, നീ അതൊന്നും ചിന്തിക്കണ്ട. ഈ പൂച്ച ഈ തെരുവ് വിട്ടു പോയിട്ടില്ല. പിന്നെയാണോ ഈ രാജ്യം വിട്ടു പോകുന്നതിനെ കുറിച്ച് നീ പറയുന്നത്? ഷൂ, പുറത്തു പോ പൂച്ചെ. ഹൈദി വെറുതെ വിട. എനിക്ക് മലനിരകൾ കാണാൻ കൊതിയാവുന്നു. മേഘങ്ങളും മലനിരകളും അടുത്താണെന്നുള്ളത് സത്യമാണോ? ഓ പിന്നല്ലാണ്ട്. വേഗാട്ടെ, വർത്താനം മതിയാക്കി സാധനങ്ങൾ പാക്ക് ചെയ്യ. എത്ര നാൾ ഞാൻ അവിടെ നിൽക്കണം? ഫ്രാങ്ക്ഫർട്ടിലെ ജോലി അനുസരിച്ചിരിക്കും. ആവശ്യമുള്ള അത്രയും കാലം നീ നിൽക്കണം. ഈ ഗ്രാൻഡ് പേ എങ്ങനെയാണ്? എന്നെ കാണുമ്പോ സന്തോഷമാവുമോ? ഡേറ്റ് ആന്റി, തീർച്ചയായും സന്തോഷമാകും. എന്തൊക്കെയാണേലും മോളുടെ മുത്തശ്ശനല്ലേ. ഗ്രാൻഡ് പ കാണാൻ എങ്ങനെ ഇരിക്കും? നിനക്കറിയോ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് കുറെ നാളായി. എല്ലാം ശരിയാകുമെന്നാ എന്റെ വിശ്വാസം. മോള് വേഗം ഉറങ്ങാൻ നോക്ക്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എന്റെ ഫ്രിസി, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. കുട്ടി നക്ഷത്രമേ, ഞങ്ങളുടെ യാത്ര അടിപൊളിയായിരിക്കണേ. പിന്നെ മുത്തശ്ശനെന്ന് നന്നായി ഇഷ്ടാകണേ. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞല്ലേ വേഗം ഇറങ്ങാൻ. ഫ്രിസിയോട് യാത്ര പറയാതെ ഞാൻ എങ്ങനെ ഇറങ്ങുന്നേ? അതൊക്കെ ശരി, പക്ഷെ അത് വെറും ഒരു പൂച്ചയല്ലേ. ട്രെയിൻ നീങ്ങി തുടങ്ങി. മോളെന്താ ഇവിടെ ചെയ്യുന്നത്? ട്രെയിൻ നീങ്ങി തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുന്നേ വീട്ടിൽ പോണം. മോള് വിഷമിക്കാതിരിക്കും. ആ പാവ സ്റ്റേഷൻ മാസ്റ്റർ എടുത്തു വെച്ചു. മോള് തിരിച്ചു വരുമ്പോ ഞാനത് വാങ്ങിത്തരാം കേട്ടോ. അവൾ ഫ്രാങ്ക്ഫർട്ടിൽ താമസിക്കാൻ പോവാ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ മോളുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. ഞാൻ അവളുടെ അമ്മ കുറെ നാൾ മുമ്പേ മരിച്ചു. ക്ഷമിക്കൂ. എല്ലാം ശരിയാക്കില്ലേ? ഈ അമ്മയിൽ മോളുടെ പാവ എടുത്ത് വെക്കും. നമ്മളിത് കാണുമ്പോ ഞാനത് മോൾക്ക് തരാം. ഇനി കരച്ചിലൊക്കെ നിർത്തിയിട്ട് മോളുവാ. മോള് വളരെ നല്ല കുട്ടിയാണല്ലോ. സുരക്ഷിതനായിരിക്കും. പുറത്തുവിടാൻ പറ്റിയ സ്ഥലം കിട്ടുന്നവരെ ഇവിടെ ഇരിക്കും. ഹായ്, ഒരു സ്റ്റേഷൻ. നീ ഇവിടെ ഇരിക്കുന്നത് വളരെ നന്നായിരിക്കും. ബോധമില്ലേ നിനക്ക്? ഞാനൊന്നും ചെയ്തില്ലമ്മേ. ഈ പെങ്കൊച്ചാണ് ഇവിടെ വഴിയിൽ വന്നിട്ടാണ് ഇങ്ങനെ. കുറച്ചൊക്കെ ശ്രദ്ധിച്ചു നടക്കുവച്ചേ. ഒന്ന് മാറി നിൽക്ക്, ഞങ്ങൾ പൊയ്ക്കോട്ടെ. ലില്ലി, നീ എന്തെടുക്ക അവിടെ? എന്ത് സർപ്രൈസ് ആണിത്? കണ്ടതിൽ സന്തോഷം. എങ്ങോട്ടാ യാത്ര? ഗുഡ് മോർണിംഗ്. ഞങ്ങള് ഡെർബിയിലേക്ക് പോവാം. ഈ നഗരം മതിയായോണ്ട് ഡെർബിയിലേക്ക് തിരികെ വരുവാണോ? അല്ല, ഞാൻ എന്റെ നീസിന്റെ കൂടെ. നിന്റെ നീസോ?
ഞാൻ അവളെ മുത്തശ്ശനെ ഏൽപ്പിക്കാനായി പോവുക. അവളെ അങ്കിളിന്റെ കൂടെ നിർത്താൻ കൊണ്ടുപോകുന്നെന്നോ? അങ്കിളോ? മുത്തച്ഛനാണോ ഉദ്ദേശിച്ചത്? നിങ്ങക്ക് പോയി കളിച്ചൂടെ? ഞാൻ അവളുടെ അമ്മയോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പാ നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുമെന്ന്. വളരെ നല്ല കാര്യം. തെരേസ, നീ പോയി ഹെയ്ഡിയുടെ കൂടെ കളിക്കേ. എന്നോട് പറയൂല്ല, എനിക്കെല്ലാം അറിയണം. അപ്പോ ഹായ്, എന്റെ പേര് ഹേദി എന്നാണ്. ഈ കേട്ടത് സത്യാണോ? നീ നിന്റെ അങ്കിളിന്റെ കൂടെ താമസിക്കാൻ പോവാ? എന്നെ മുത്തച്ഛനാണ് ഉദ്ദേശിച്ചത്. അതെ, ഡേറ്റ ആന്റി ഒഴിച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നീ ഇപ്പൊ വളരെ മോശം അവസ്ഥയിലെന്നാണ് തോന്നുന്നത്. ആണോ? എന്തുകൊണ്ട്? കാരണം അദ്ദേഹം ഒരു മൂശേട്ടയാണ്. ആരോടും സംസാരിക്കാറേ ഇല്ല, ഭയങ്കര ദേഷ്യമാ. ചിലര് പറയുന്നത് അദ്ദേഹം കിളികളെ തൂവല് പോലും കളയാതെ തിന്നുമെന്നാണ്. അതും പാചകം പോലും ചെയ്യാതെ. അതൊക്കെ ചുമ്മാ പറയുന്ന. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നെ പൊന്നുപോലെ നോക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്നാ പിന്നെ എന്തിനാ അവിടെയുള്ള എല്ലാ ആൾക്കാരും പറയുന്നത് അദ്ദേഹത്തിന്റെ ദേഷ്യം മലകളെ പോലും കൊലുക്കുമെന്ന്? തുറന്നു പറയാലോ, എനിക്ക് വേറെ വഴി. തെരേസ, നിനക്ക് എന്താണ് പറ്റിയത്? അവളുടെ കയ്യിൽ എന്താ? എന്ത്? എലിയോ? നിങ്ങൾ അവനെ പേടിപ്പിച്ചു. ലില്ലി, അവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ എന്താ ഇപ്പൊ പ്രശ്നം? ഒരു എലി ഇതുവഴി ഓടി നടക്കുക. നിങ്ങൾ പേടിക്കാതിരിക്ക്. ഇത് വെറും ചെറിയൊരു എലിയല്ലേ, അത് ഉപദ്രവിക്കുകയൊന്നുമില്ല. ആ കൊച്ചതിനെ പിടിച്ചിരിക്കുന്നു. എന്തിനാ നിങ്ങൾ ഇതിനെ ഉപദ്രവിക്കുന്നത്? ഇവനെ അതിനെ ദൂരെ കളയും. എന്തൊരു നികൃഷ്ട ജീവി അത്. പ്ലീസ്, എന്നെ അനുവദിക്കൂ. ഈ ഒരു എലിയാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അതങ്ങ് തന്നേക്കൂ. ഇവൻ എന്റെ കൂട്ടുകാരനാ. പ്ലീസ്, ഇവനെ ഉപദ്രവിക്കില്ല. ഞാനിത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ അറിയിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട മേഡം, ഞാനിത് കൈകാര്യം ചെയ്തു കൊള്ളാം. മോൾ എന്റെ കൂടെ വരും. ഓ, എന്താ അറപ്പാ അതിനെ കാണാൻ. വല്ലാത്ത കഷ്ടം തന്നെ. വെരി ബാഡ്. ഈ സ്ത്രീ എപ്പോ യാത്ര ചെയ്താലും കംപ്ലൈന്റുകളാണ് അവർക്ക്. ഈ പ്രാവശ്യം മോളുടെ ഈ കൂട്ടുകാരൻ അവരെ നല്ലൊരു പാഠം പഠിപ്പിച്ചു. മോളുടെ എലി എങ്ങി തരും. ഞാൻ അതിന് അടുത്ത സ്റ്റേഷനിൽ വെറുതെ വിടാം. ഞാൻ വാക്ക് തരുന്നു. എല്ലാം ശരിയാവും കുട്ടാ. ഈ അങ്കിള് നമ്മുടെ കൂട്ടുകാരനാണ്. നിനക്ക് വിശ്വസിക്കാം. ബൈ. മോളെന്തിനാ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ഈ എലിയോടൊക്കെ കളിക്കുന്നത്? അതെന്റെ കുഴപ്പമല്ല, തെരേസയാണ്. അവളാണ് എന്നെ പേടിപ്പിച്ചത്. അവള് പറഞ്ഞ മുത്തശ്ശനൊരു മോശമായിട്ടാണെന്ന്. ഓ, മൂശേട്ടയോ? അങ്ങനെയൊന്നും അല്ല. മോൾ അതൊന്നും വിശ്വസിക്കണ്ട. നീ കണ്ടില്ലേ ആരാ എല്ലാത്തിനെയും പേടിക്കുന്നതെന്ന്? താഴെ ഇറങ്ങി നിൽക്കും മോളെ. നമ്മൾ എത്തിപ്പോയി. ഡെർബി എത്തി. ഡെർബി സ്റ്റേഷൻ അല്ലേ ഇത്?